ഹലോ 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 വെൽക്കം ടു അവർ ഡേ 2 ഓഫ് വാലി വ്ളോഗ്സ്. സോ ഞങ്ങളുടെ ഈ രണ്ടാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ കുറച്ചധികം സമയമെടുത്തു കേട്ടോ, നോർമലിനേക്കാളും. കാരണം ഞങ്ങൾ കുറച്ച് യാത്രയിലും കുറച്ച് വർക്ക് റിലേറ്റഡ് പരിപാടികളിലും ഒക്കെ കുറച്ച് ബിസി ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ഈ വോയിസ് ഓവറൊക്കെ ചെയ്യാൻ കുറച്ചധികം സമയമെടുത്തു. സോ കാര്യങ്ങളിലേക്ക് നേരെ വരാം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര, അതായത് രണ്ടാമത്തെ ദിവസത്തെ യാത്ര, ഞങ്ങൾ അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഇന്ന് കുറച്ചധികം സ്ഥലങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒട്ടും സമയം കളയാതെ തന്നെ അതിരാവിലെ തന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു. ഞങ്ങൾ കുറച്ചധികം നാളായി വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ യാത്ര. സോ ഇതാണ് ഞങ്ങളുടെ വാട്ടർ ആക്ടിവിറ്റീസിനുള്ള കോസ്റ്റ്യൂം. ഇവിടുത്തെ ബ്രൗഷറൊക്കെ വായിച്ച് ഞങ്ങളിതേ ആദ്യത്തെ പരിപാടിയിലേക്ക് ഇറങ്ങുക കേട്ടോ. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് സീ വാക്കിംഗ് ആണ്. അതെ, കടലിൻ്റെ അടിത്തട്ടിൽ ഏറെക്കുറെ 6 മുതൽ 8 മീറ്റർ താഴ്ചയിൽ പോയി അവിടുത്തെ മീനും ഒക്കെ കണ്ട് തിരിച്ച് താഴെ കൈപ്പിടി വഴി നടക്കുന്ന പരിപാടി കേട്ടോ സീ വാക്കിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ ആളിലും ഒരാൾ മാത്രമേ ഇന്ന് ഇത് ചെയ്യുന്നുള്ളൂ. അനഘ മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം അനഘയ്ക്കാണ് കൂടുതൽ ആഗ്രഹം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഒരാൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ ഞങ്ങളിതേ സ്ഥലത്തേക്ക് എത്താറായി. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ തന്നെ മറ്റു കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാടധികം ടൂറിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് നടത്തുന്ന ആൾക്കാരും അവരുടെ പരിപാടികളും എല്ലാം ഇവിടെ ഉണ്ട്. സോ ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഞങ്ങളുടെ കൂടെ ഉള്ളത് ബാംഗ്ലൂരിൽ നിന്നുള്ള കുറച്ച് ഡോക്ടേഴ്സാണ്. സോ അവരെല്ലാം ഞങ്ങൾ വിഷ് ചെയ്ത് ഞങ്ങളിതേ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. അനഘയാണ് ഈ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നത് വാട്ടർ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആളിതേ ഫ്രണ്ടിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാണ്. ഇനി ഒരു 20 മിനിറ്റ് സമയത്തേക്ക് താഴെ പോയി കടലിൻ്റെ രീതികളും ഒക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി വരാം എന്ന് പറഞ്ഞിട്ടുള്ള പോക്കാണിത്. സോ 20 മിനിറ്റ് അവിടെ തികയ്ക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാനിവിടെ തന്നെ നിന്നു. 20 മിനിറ്റായിട്ടും കണ്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ആംബുലൻസിനെയൊക്കെ വിളിക്കണമെന്ന് തമാശ രൂപേണ പറഞ്ഞിട്ടാണ് ആൾ പോയത്. കാരണം ആൾക്ക് തീരെ നീന്തൽ പരിചയമില്ല എന്നുള്ളതാണ് സത്യം. സോ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. കാരണം ഇവർ കാലങ്ങളായി ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം. ഞങ്ങളുടെ രണ്ടാമത്തെ പരിപാടിയായിട്ടുള്ള പാരാസെയിലിംഗ് കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ എല്ലാ സ്ഥലങ്ങളും വളരെയധികം വൃത്തിപൂർവ്വമായിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഞങ്ങൾ കുറച്ച് ക്യാഷ് കയ്യിൽ കരുതി കുറച്ച് മുന്നോട്ടേക്ക് പോയി. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള, ബാലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉലുവാട്ടു ടെമ്പിളാണ്. ഉലുവാട്ടു ടെമ്പിൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ അവിടുത്തെ കെച്ചക് ഡാൻസും വളരെ ഫേമസ് ആണ്. സോ ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ചധികം ദൂരം യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ഥലവും കാഴ്ചകളും ഒക്കെ കണ്ട് ഉലുവാട്ടുവിനോട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളിതേ ഉലുവാട്ടുവിലേക്ക് എത്തി. ഉലുവാട്ടു ടെമ്പിളും അതിന് ചുറ്റും കിടക്കുന്ന കുറച്ച് കാഴ്ചകളും കാണാം എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളിതേ നടപ്പ് തുടർന്നു. പതിവിലും വിപരീതമായി ആളുകൾ വളരെ കുറവായിരുന്നു ഇന്നത്തെ ദിവസം. ഈ ക്ഷേത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളിതേ മുട്ടോളം മാത്രമാണ് നമ്മുടെ വസ്ത്രങ്ങളുടെ നീളമെങ്കിൽ നമ്മൾ ആ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു നീല തോർത്തുമുണ്ട് പോലെ ഇരിക്കുന്ന ഒരു സാധനം അരയിൽ ചുറ്റണം. അതാണ് ഇവിടുത്തെ വിശ്വാസം. ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മളത് ചുറ്റി കയറാൻ പറ്റുള്ളൂ. കാരണം ഇത് അവരുടെ വിശ്വാസമാണ്. ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നമ്മൾ നീങ്ങണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. സോ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളത് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങ് നീങ്ങുകയാണ്. ഉലുവാട്ടു ക്ഷേത്രവും അതിനടുപ്പിച്ചുള്ള മറ്റ് കാഴ്ചകളും കണ്ട് ഞങ്ങളിത് നീങ്ങുകയാണ്. ഇവിടെ നോക്കുമ്പോൾ ഒരു വലിയ പ്രതിമ കാണാം നമുക്ക്. അതെന്താണെന്നൊന്നും അറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ ഞങ്ങളിത് വൈകുന്നേരം അസ്തമയത്തോടടുപ്പിച്ചിട്ടുണ്ട്. ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളത് മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. വൈകുന്നേരം 7 മണിക്കുള്ള ഷോയൊക്കെയാണ് ഞങ്ങൾ കെച്ചക് ഡാൻസ് ബുക്ക് ചെയ്തിരുന്നത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കെച്ചക് ഡാൻസ് കാണാനുള്ള ഞങ്ങളുടെ യാത്രയായിരുന്നു അത്. ഞങ്ങളത് 7 മണിയോളം തന്നെ അവിടെ എത്തി. കെച്ചക് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാമായണത്തിലുള്ള അതേ കഥ തന്നെയാണ് ഇവരിവിടെ പറയുന്നത്. രാമനും ലക്ഷ്മണനും സീതയും രാവണനും ഹനുമാനും അടങ്ങുന്ന നമ്മുടെ സ്വന്തം രാമായണം. സോ ഇതെല്ലാം കാണാൻ പറ്റി. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കുമ്പോൾ കുറച്ചധികം തന്നെ കണ്ടിട്ടുള്ള ഒരു കലാരൂപമായിരുന്നു ഇത്. ഇത് ഒന്ന് പോയി കാണണം എന്നുള്ളത് ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹം തന്നെയായിരുന്നു. അതെല്ലാം ഒന്ന് കാണാൻ പറ്റുക എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കാണുന്നു.
രാമായണത്തിലെ ഒരു ഏട് തന്നെയാണ് ഇവിടെ ഇവർ നൃത്തരൂപേണ കാണിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്ന രാമനും ലക്ഷ്മണനും സീതയെ ലക്ഷ്മണരെയും ഒക്കെ അകത്താക്കി പോകുന്നതും, രാവണൻ വന്ന് സീതയെ തട്ടിക്കൊണ്ടു പോകുന്നതും, രാമനെയും ലക്ഷ്മണനെയും സഹായിക്കാൻ ഹനുമാൻ വരുന്നതും മറ്റു കുരങ്ങുകളും എല്ലാം തന്നെയാണ് ഇതിനകത്തെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ. സോ അതെല്ലാം കണ്ട് വളരെ സംതൃപ്തിയോടെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഞങ്ങൾക്കിതെല്ലാം ഒരു പുതുമയായിരുന്നു. ഞങ്ങൾക്കെന്നല്ല, ആദ്യമായി ബാലിയിൽ വരുന്ന ഈ നൃത്തരൂപം കാണുന്ന ഏതൊരാൾക്കും വളരെ പുതുമയായിട്ടാണ് ഇത് എപ്പോഴും ഫീൽ ചെയ്യുക. കാരണം ഇവരുടെ നൃത്തം നമ്മുടെ ഇന്ത്യൻ നൃത്തരൂപമായിട്ട് കുറച്ചധികം സാമ്യമുണ്ട്. അത് കഥയും കഥാപാത്രങ്ങളും കൊണ്ടുള്ള സാമ്യം മാത്രമല്ല, ആംഗ്യങ്ങളും ആംഗ്യവിക്ഷേപങ്ങളും എല്ലാം നമ്മുടേതായിട്ടുള്ള വളരെയധികം സാമ്യമായിട്ടുള്ള ഒരു കലാരൂപമാണ് ഇവർ ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കലാരൂപത്തിന് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേകത നമുക്ക് ഫീൽ ചെയ്യുകയുണ്ടായി. കാരണം ഇതിലെ ഹനുമാൻ വളരെയധികം ജനങ്ങളെ സന്തോഷിപ്പിക്കുകയും അവരവരിലെ ഫൺ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് കടന്നു പോകുന്ന കുറച്ച് സമയങ്ങളുണ്ടായിരുന്നു. സോ വളരെയധികം ഭംഗിയുള്ള, സമയം പോകുന്നത് ഒട്ടും അറിയാൻ കഴിയാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഈ കലാകാരന്മാർ ഡെയിലി പെർഫോം ചെയ്യും ഇവിടെ. എല്ലാ ദിവസവും ഇവരിവിടെ പെർഫോം ചെയ്യും. സോ ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ച് 3-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 3-ാം ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.